Ladies and gentlemen, Indian Airlines announces the arrival of flight IC-167 from Bombay. Thank you. कृपया ध्यान दीजिए, इंडियन एयरलाइंस की उड़ान IC-167 अब बम्बई से आ पहुंची है। धन्यवाद। Your kind attention, please. Passengers proceeding to Bombay on Indian Airlines flight IC-168 who have checked in at the traffic counter ചേട്ടാ are requested to check for security. ഇതെന്റെ ചേട്ടനാണ്. വാ പരിചയപ്പെടുത്താം. Thank you. യാത്ര സുഖമായിരുന്നു. ചേട്ടൻ വന്നിട്ട് അധികം നേരമായോ? ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയിരുന്നു. ആ ചേട്ടാ, ഇത് മിനി കുവൈറ്റ് എയർവേസിൽ വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരാണ് വീട്. ഇതെന്റെ ചേട്ടൻ. അറിയാം, സതീഷ് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് പോവാം. ആ മിനിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഡാഡിക്ക് നല്ല സുഖമില്ല. ഡ്രൈവർ വന്നിട്ടുണ്ടോ? വരട്ടെ. ഓക്കെ. ചേട്ടാ, ചേട്ടനോടൊരു കാര്യം ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ചേട്ടൻ ഏതോ ഓർഫണേജിൽ നിന്നും ഒരു കുട്ടിയെടുത്ത് വളർത്തുന്നു എന്ന് കേട്ടു. അതെ, ഓർഫനേജിൽ നിന്നല്ല, ജയിലിൽ നിന്ന്. ജയിലിൽ നിന്ന്? അതെ, ഒരു മർഡർ കേസിൽ 7 വർഷം ശിക്ഷിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയുടെ കുട്ടിയെ. ഒരു കുട്ടിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ചേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു. ഞാനത് എഴുതിയതുമാണ്. ചേട്ടനെ കാട്ടിയത് നമ്മുടെ അന്തസ്സിന് ഒട്ടി യോജിച്ചാൽ. ഇന്ന് ചേട്ടൻ ഒരു ജഡ്ജിയാണ്, അതുപോലും ചേട്ടൻ മറന്നു. വക്കീലായാലും ജഡ്ജി ആയാലും മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളെല്ലാം ഒന്നല്ലേ? കുമാര, പെട്ടിയൊക്കെ എടുത്തു വെക്കും. ശരി സാർ, പാടാ. ആ, നീ അനിക്കുട്ടനെ കണ്ടിട്ടില്ലല്ലോ. അനിക്കുട്ടാ, അനിക്കുട്ടാ, വാ. ഇതാണ് അനിക്കുട്ടൻ. ഇത് അനിക്കുട്ടന്റെ അമ്മ ശ്രീദേവി. ശ്രീദേവി, ഇത് എന്റെ അനിയൻ സതീഷ്, കുവൈറ്റിലായിരുന്നു. ആ, നീ കുളിച്ച് ഫ്രഷ് വാ. ഡാഡി അങ്കിളിനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരിക്കും നീ ഈ വീട്ടിൽ തന്നെ കയറി വന്നു. വീണ്ടും എന്നെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? അതും ഈ വീട്ടിൽ വെച്ച്. നീ എത്രയും വേഗത്തിൽ ഇവിടെ ഇറങ്ങിപ്പോ.
കണ്ട അലവലാതിയിൽ കിടന്നുറങ്ങാനുള്ള വീടല്ലേ. ചേട്ടനെ നാട്ടുകാരെ അറിയിപ്പിച്ച് എന്റെ അന്തസ്സും അഭിമാനവും തകർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്തസ് സ്നേഹത്തിന്റെ പേര് പറഞ്ഞെന്നെ ചതിച്ച് ഒരു കുഞ്ഞിനെ സമ്പാദിച്ചു തന്നിട്ട് ഒരു കള്ളനെ പോലെ നാട് വിട്ടോടിയ നിങ്ങൾ അന്തസ്സിനെ കുറിച്ച് പറയുന്നു. നിർത്തടി. കലയുടെ പേരും പറഞ്ഞ് കണ്ടവന്റെ കൂടെയൊക്കെ അന്തി ഉറങ്ങിയിട്ട് അച്ഛനാരാണെന്ന് നിനക്ക് പോലും തറപ്പിച്ചു പറയാൻ കഴിയാത്ത ഈ കുഞ്ഞിന്റെ പിതൃത്വം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കാൻ പോകുന്നില്ല. മിസ്റ്റർ സതീഷ്, മൈൻഡ് യുവർ വേർഡ്സ്. ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവളാണ് ഞാൻ. വീണ്ടും എന്നെ അങ്ങോട്ട് അയക്കരുത്. പണ്ടും നീ ഇതുപോലെ എന്റെ നേരെ ഭീഷണികൾ മുഴക്കിയിട്ടുള്ളതാണ്. അന്ന് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പകരം വീട്ടാനായിരിക്കും ഭാര്യ മരിച്ച എന്റെ ചേട്ടനെ നീ ഇപ്പോൾ മയക്കിയെടുത്തിരിക്കുന്നത്. ചേട്ടന്റെയും അനിയന്റെയും കുട്ടികളെ പ്രസവിക്കാനുള്ള മഹത്വമൊന്നും എന്റെ ഗർഭപാത്രത്തിനില്ല. നാളെ രാവിലെ നിന്റെ ഈ കുഞ്ഞുമായി ഇവിടുന്ന് സ്ഥലമിട്ടോണം. അല്ലെങ്കിൽ നീ ഇറങ്ങി വന്ന ജയിലിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഓർമ്മിച്ചു. സതീഷ്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശ്രീദേവി, ശ്രീദേവി, നീ ഇതിനു മുമ്പ് ശ്രീദേവി അറിയോ? നിന്നോടാ ചോദിച്ചത്. ഇല്ല. നിനക്കിവിടെ അറിയില്ലല്ലേടാ? ശ്രീദേവി എന്നോട് ജയിലിൽ വെച്ച് അവളുടെ കഥകൾ മുഴുവൻ പറഞ്ഞപ്പോ അവളുടെ കാമുകന്റെ പേര് സതീഷ് എന്നാണെന്നും അവന് കുവൈറ്റിലാണ് ജോലിയെന്നും കൂടെ അറിഞ്ഞപ്പോ അത് നീ ആയിരിക്കുമെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാതിരുന്ന നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ചേട്ടാ, ചേട്ടൻ ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിവാഹിതയായി ഗർഭിണിയായി കൊലക്കുറ്റം ചുമത്തപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന ഇവളോട് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഞാൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചപ്പോൾ നിന്റെ പേര് അവൾ പറഞ്ഞിരുന്നെങ്കിൽ തകർന്നു പോകുന്നത് നിന്റെ അഭിമാനം മാത്രമായിരുന്നില്ല, എന്റെയും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു. പക്ഷേ അവളത് പറഞ്ഞില്ല. തന്റെ ജീവിതവും നശിച്ചു, നിന്റെ ജീവിതമെങ്കിലും നശിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ഇവളെയാണ് നീ. സതീഷ്, നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ 7 വർഷം ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഇവളെ ഇനിയും ദുഃഖിക്കാൻ നീ ഇടവരുത്തരുത്. നീ ഇവളെ സ്വീകരിക്കണം. ശ്രീദേവി, കഴിഞ്ഞതെല്ലാം മറക്കണം. എനിക്ക് വേണ്ടി, എന്റെ അനിക്കുട്ടന്റെ നന്മയ്ക്ക് വേണ്ടി. മമ്മിയുടെ വീട്ടിലേക്ക്. ഡാഡിയോട് പറയണ്ടേ? വേണ്ട. ശ്രീദേവി, പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. പൊയ്ക്കോട്ടെ സാർ. ശ്രീദേവി, സതീഷ് ഒരു തെറ്റ് ചെയ്തു. ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്ത തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇന്നവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ നിർബന്ധം കൊണ്ടല്ല, അവന്റെ സ്വന്തം തീരുമാനമാണ്.
എന്നോട് ക്ഷമിക്കൂ ശ്രീദേവി. ശ്രീദേവിയോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീദേവിയെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിലോ? ശ്രീദേവി എന്താണ് ഈ പറയുന്നത്? ഞാൻ ജീവന തുല്യ സ്നേഹിച്ച ഈ മനുഷ്യൻ എന്നെ നശിപ്പിക്കുന്ന ഒരാളെ അയച്ചതാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കണമെന്നാണ് സാർ പറയുന്നത്. ഇല്ല, എനിക്കതിനാവില്ല. ശ്രീദേവി, ഞാൻ സാർ പ്ലീസ്, ഇനി എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, ഇനി ഞാൻ ശ്രീദേവി നിർബന്ധിക്കില്ല. ശ്രീദേവിയുടെ ഇഷ്ടം പോലെ ചെയ്യും. സാർ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. വാ മോനെ. ഇല്ല, എന്റെ ഡാഡി വിട്ട് ഞാൻ വരില്ല. ഞാൻ മമ്മിനോട് പോവില്ല. ഡാഡി എന്നെ കൊണ്ടുവരുന്നത് മമ്മിയോട് പറയൂ. ഡാഡി, എന്റെ ഡാഡി വിട്ട് ഞാൻ പോവില്ല. നല്ല കുട്ടികളെ പറഞ്ഞനുസരിക്കണമെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? മമ്മിയോട് പറഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് വളരണം.